കൂടി വാ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ഇയർ ഇന്ന് എൻഡ് ചെയ്യുവാണ്. നിങ്ങളുടെ പുതിയ ഇയറിലേക്കുള്ള റെസൊല്യൂഷൻ എന്താണ്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ 24-ൽ ഞങ്ങൾ കീപ്പ് ചെയ്തത് ഹെൽത്തും ഹെൽത്തി ഡയറ്റും ഒക്കെയാണ്. ഒരു 4-5 മാസമായിട്ട് ജ്യോതിച്ചേട്ടൻ സ്കിപ്പ് ചെയ്യാണ്ട് ജിമ്മിൽ പോയി. അതൊക്കെ കൊണ്ടാണ് കുറച്ച് ഫുഡ് മാത്രം കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു ആൾക്ക് കുറച്ച് ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന്. ഇന്ന് ഞാൻ അതൊക്കെ മാറ്റാൻ പോവുകയാണ്. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ചട്ടി ചോറാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയി മീറ്റും ഫിഷും കുറച്ച് ഗ്രോസറി ഒക്കെ മേടിച്ച് വന്നതേ ഉള്ളൂ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരട്ടെ. ഇവിടെ കുറച്ച് മത്തിയാണ് ഉള്ളത്. പിന്നെ ഇത് നല്ല അടിപൊളി ചിക്കൻ ലിവറാണ്. പിന്നെ ഇത് നമ്മുടെ പൊന്നാര മീൻ. ഇത് തേടെന്ന് പറയും. കാറ്റ് ഫിഷിൻ്റെ ഒക്കെ ഗ്രൂപ്പിൽ പെട്ട എന്തോ ഒരു മീനാണ്. വേറെ പേരുണ്ടോ എനിക്കറിയില്ല. ഇത് കിങ് ഫിഷ് ആണ്. ആൻഡ് ഇത് നമ്മുടെ നെത്തോലി. ഇനി വരുന്നത് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അല്ലാതെ എല്ലാം നമുക്ക് സോർട്ട് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം. ചട്ടിച്ചോറിൻ്റെ മുഴുവൻ പ്രിപ്പറേഷൻ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത് ഞാൻ ഫുൾ കുക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ ലിവർ ഞാൻ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, ചിക്കൻ ലിവർ. പിന്നെ ഇത് മീനിനുള്ളതൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ ഇനി ക്ലീൻ ചെയ്യണം. ഇവിടെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ചോറായിട്ടുണ്ട്. നല്ല നെത്തോലി ഫ്രൈ, ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ തോരൻ. പിന്നെ നല്ല മധുരമുള്ള മാങ്ങയിട്ട പുളിശ്ശേരി. ഇതും ഇനി നമുക്ക് സെറ്റ് ആവാനുള്ളത് മീൻകറിയും ചമ്മന്തിയും ഒരു ഓംലെറ്റും. അത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കട്ടെ. ഈ കറിവേപ്പില തണ്ട് വെള്ളത്തിൽ എങ്ങാനും ഇട്ട് വെച്ചാൽ ഇത് കിളിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ പലവട്ടം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും സക്സസ് ആയിട്ടില്ല. പോരാത്തതിന് നാട്ടിൽ നിന്ന് തൈ കൊണ്ടൊന്ന് വെച്ച് നോക്കി, പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ പെട്ടെന്ന് പോയി മീൻകറി വെക്കട്ടെ, എന്നിട്ട് കാണാം. മീൻകറി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാൻ. ഞാൻ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷെ തൊലി റിമൂവ് ചെയ്യാൻ നല്ല പാടായിരുന്നു. നാട്ടിൽ ഈ മീൻ കിട്ടും, ഞാൻ കഴിച്ചിട്ടുണ്ട്. നിറയെ മുട്ടയൊക്കെ ഉള്ള മീനാണ്. മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നാട്ടിലും ഇത് മുളക് കറി എന്നാണ് വെക്കുന്നത്. ഇത് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ തിളയ്ക്കാൻ കുറച്ച് താമസം എടുക്കും. കുക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ സീനൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള ക്ലീനിങ് ഭയങ്കര ഒരു വലിയ ടാസ്ക്കാണ്. എല്ലാം നിരന്നടിച്ച് കിടപ്പുണ്ട്. ഇതെല്ലാം കഴുകി എടുക്കുമ്പോഴേക്കും ഒരു സമയമാവും. അപ്പം ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കണ്ടാലോ എന്തൊക്കെയുണ്ടത്? നല്ല കുത്തരി ചോറുണ്ട്. പിന്നെ നല്ല കുറുകിയ നല്ല മധുരമുള്ള മാമ്പഴത്തിൻ്റെ മാമ്പഴ പുളിശ്ശേരി. പിന്നെ നല്ല മീൻകറി ഉണ്ട്. ഇതിനെ ഞങ്ങൾ തേടെന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താ പറയുന്നതെന്ന്. പിന്നെ നല്ല മാങ്ങയിട്ട് അരച്ച ചമ്മന്തി ഉണ്ട്. പിന്നെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും കൂടിയിട്ടുള്ളൊരു തോരൻ. ഈ തോരൻ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ബീൻസിനും പ്ലാൻ ചെയ്തിരുന്നു ഇതിൻ്റെ അകത്ത് ബീൻസ് ഇടാൻ, പക്ഷെ ബീൻസ് മേടിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല. പിന്നെ നല്ല നെത്തോലി ഫ്രൈ ഉണ്ട്. പിന്നെ ഞാൻ കുറേ നേരമായിട്ട് ഡ്രൈ ആക്കി എടുത്ത് ചിക്കൻ്റെ നല്ല അടിപൊളി കുറേ കുരുമുളകൊക്കെ ഇട്ട ഡ്രൈ റോസ്റ്റ് ആട്ടോ ഇത്. പിന്നെ ഓംലെറ്റ് ഇല്ലാതെ എന്താ ചട്ടിച്ചോറ്? ഒരു ഓംലെറ്റ്. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്താലോ? നമുക്ക് ചോറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു ചട്ടിച്ചോറ് കഴിക്കണമെന്ന്, പക്ഷെ പറ്റിയില്ല. അതിന് പറ്റാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോൾ സദ്യയാണ് കഴിച്ചത്. എല്ലാം കൂടിയുള്ള സദ്യ. നമ്മൾ ചോറിട്ടു. നമുക്ക് നടുക്ക് നല്ല കുറുകിയ പുളിശ്ശേരി ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരി ഒഴിച്ചു. ദെൻ മീൻകറി, നല്ല മുളകിട്ട മീൻകറി, കുറച്ച് മീൻചാറും, പിന്നെ നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല മാങ്ങ ചമ്മന്തി. ദെൻ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള തോരൻ. പിന്നെ നല്ല അടിപൊളി നെത്തോലി ഫ്രൈ, കുറച്ച് അധികം ഇരിക്കട്ടെ. പിന്നെ നല്ല ലിവർ ഫ്രൈ. കുറേ നേരം ഇട്ട് വരട്ടി എടുത്ത് നല്ല അടിപൊളി ഫ്രൈ. അപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഓംലെറ്റ് ഇല്ലാത്ത എന്താ അല്ലേ ചട്ടിച്ചോറ്. ഫൈനലി ഒരു ഓംലെറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ചട്ടിച്ചോറിൻ്റെ വീഡിയോ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇവള് പ്രിപ്പയർ ചെയ്തതും പരിപാടികളും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് എനിക്ക് ഫുൾ ആ ചട്ടിക്കകത്ത് നിറയെ ചോറൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാനത് ഫുള്ള് കഴിക്കുകയും ചെയ്തു. പക്ഷെ അതിനകത്തൊരു ചതി ഉണ്ടായിരുന്നു ഗൈസ്, വല്ലാത്തൊരു ചതി. എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഓക്കെ, ഉണ്ടല്ലേ, ഞാൻ കഴിച്ച ചട്ടി ഉൾപ്പെടെ ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് പാത്രം ഇതിനകത്ത് ഇത് 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 ഇത്രയും കഴുകണം. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. എന്തായാലും കൊള്ളാം. എന്തായാലും ചട്ടിച്ചോറും പരിപാടികളൊക്കെ സെറ്റായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിലും തീരുമാനമായി. ചട്ടിച്ചോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നല്ല ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇനി ഇത് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ.